എന്ത് തെമ്മാടിത്തരായി കാണിക്കുന്നേ? ചോദിക്കാൻ പറയാൻ ആളില്ലെന്ന് വിചാരിച്ചോ? വിടവളെ, അവളെ വിട്, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പറഞ്ഞത് ചുമ്മാ തിരിമോളെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. പെൺകുട്ടിയെ കണ്ടുകിട്ടാത്ത സ്ഥിതിക്ക് മാഡം ഒരു കംപ്ലൈന്റ് എഴുതി തന്നാ മതി. 2 ദിവസം അവനകത്ത് കിടക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാം. കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ഇവന് വാങ്ങിക്കൊടുക്കണം. അതിനു വേണ്ടി എവിടെ വേണമെങ്കിലും ഞാൻ സാക്ഷി പറയാം. നമസ്കാരം. എന്താ സാറേ, രാമൻകുട്ടി മുതലാളി തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്ന പെൺകുട്ടി ഇതാ. ഇന്ന് ഇവരുടെ വിവാഹം വരുന്നു. സർ, എന്നെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല. എനിക്കിഷ്ടമുള്ള ആളുമായുള്ള വിവാഹം വീട്ടുകാരെ തടഞ്ഞപ്പോ രാമേട്ടൻ ഞങ്ങളെ സഹായിച്ചതാ. ഇപ്പോ നിയമപരമായി ഞങ്ങളുടെ വിവാഹവും കഴിഞ്ഞു. രാമേട്ടൻ നിരപരാധിയാണ്. ദയവ് ചെയ്ത് അദ്ദേഹത്തെ വിട്ടയക്കണം. ചേച്ചി എന്നോട് ക്ഷമിക്കണം. കോൺസ്റ്റബിൾ, അയാളെയും കൊണ്ടുവരും. ഏട്ടൻ എനിക്ക് വേണ്ടി സാരല്ല. ഇപ്പൊ പോയിക്കോ. ആവശ്യമുള്ളപ്പോ ഞാൻ വിളിപ്പിക്കും. ഇൻസ്പെക്ടർ, നിങ്ങൾ എന്തിനാ അവനെ വിട്ടയച്ചത്? ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നല്ലേ? എന്ത് പക്ഷേ? നിയമത്തിന്റെ ലൂപ്പ് ഒന്നും താൻ എനിക്ക് പറഞ്ഞിരണ്ട. ദുർഗാദേവിക്ക് നേരെ കൈ ചൂണ്ടിയവനാണവൻ. എടോ, നന്ദി വേണോടോ, നന്ദി. ദുർഗാദേവി എവിടെയും തോറ്റിട്ടില്ല. നീയായിരുന്നോ? കള്ളനോ? കണ്ടില്ലേ കള്ളൻ? ചിലപ്പോഴൊക്കെ നീ സ്വപ്നം കണ്ടായിരിക്കും. അതെ, ഞാൻ കള്ളനാ. പക്ഷേ ഞാൻ കക്കാൻ വന്നത് രാമൻകുട്ടി ചേട്ടന്റെ ഈ പെങ്ങളെയാണെന്ന് മാത്രം. ഏട്ടന്റെ കണ്ണി പെട്ടിരുന്നെങ്കിൽ കയ്യും കാലും ഒടിച്ച് വികലാംഗനാക്കി എന്നെ. ഒളിച്ചും പാത്തോളി ഈ കൂടി കാഴ്ച മടുത്തു. എനിക്ക് രണ്ടിലൊന്നും അറിയണം. നിനക്ക് എന്റെ കൂടെ പോരാ സമ്മതമാണോ? ജീവിക്കുന്നെങ്കിൽ അത് ഉണ്ണേട്ടനോടൊപ്പം ആയിരിക്കും. അതെന്നെ തീരുമാനിച്ചു കഴിഞ്ഞതാ. പക്ഷേ ഏട്ടന്റെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ഉണ്ണേട്ട. അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്റെ ഏട്ടൻ. കുഞ്ഞുനാളിൽ അച്ഛനും അമ്മയും മരിച്ച പിന്നെ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ എന്റെ ഏട്ടന്. ആ ഏട്ടനെ വിഷമിപ്പിച്ചിട്ട്. നീ ഏട്ടനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. നിന്നോട് ഏട്ടൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വിവാഹത്തിന് ഏട്ടൻ സമ്മതിക്കാതിരിക്കില്ല. അയ്യോ, ഞാനില്ല. ആരെങ്കിലും ഒന്ന് നോക്കിയെന്നറിഞ്ഞാ അയാളെ തല്ലിക്കൊല്ലാൻ മടിക്കാത്ത ആളാ ഏട്ടൻ. ആ ഏട്ടനോട് ഞാൻ ഇല്ലില്ല, എനിക്ക് പേടിയാ. പിന്നെ ഇതാരാ ഒന്ന് പറയാ? ഉണ്ണേട്ടൻ, അല്ലാതെ ആരാ? അയ്യോ, ഞാനോ? അപ്പൊ അത് ശരിയാവും തോന്നുന്നില്ല. അപ്പൊ പേടിയുണ്ടല്ലേ? പേടിയൊന്നും ഉണ്ടായില്ല, ചെറിയൊരു ഭയം. എങ്കിൽ ആരും ഒന്നും പറയണ്ട. അപ്പോ ഞാൻ തന്നെ പറയണം അല്ലേ? രണ്ടിലൊന്നും അറിഞ്ഞല്ലേ പറ്റൂ. അതെ, രണ്ടിലൊന്ന് എന്തായാലും അറിയാൻ പറ്റും. ഗായത്രി,
ഞാൻ തന്നെ നിന്റെ ഏട്ടനെ പോയി കാണാൻ പോവാ. എന്തും സംഭവിക്കാം. ആ. അഥവാ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. വരട്ടെ. ഉണ്ണിയേട്ടാ അത് ഛേ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പുറകിൽ നിന്ന് വിളിക്കല്ലേ. നല്ല കുട്ടിയാകും. ആ. ആടാ ഈ വണ്ടി ഇടിച്ചോളാൻ ശ്രമിക്കുന്നത്? നമ്മള് കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും ആയിരിക്കും. വണ്ടി ഇടിച്ചു വന്നാ പിന്നെ കാശ് കൊടുക്കണ്ടല്ല. മണ്ടത്തരം പറയാതടാ. ഇവളായിരുന്നോ? രാമേട്ടാ, ഐ എം സോറി. അറിയാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കാൻ വന്നതാ. തൽക്കാലം ഞങ്ങളുടെ ഇപ്പൊ മാപ്പ് സ്റ്റോക്ക് ഇല്ല. ഉണ്ടായതൊരെണ്ണം വരുന്നവർക്ക് ഒരാൾക്ക് കൊടുത്ത് ഇനി സ്റ്റോക്ക് വരുമ്പോ തരാം. ഇല്ല മുതലാളി? വണ്ടി എടുത്ത് മാറ്റി. മാറ്റി. രാമേട്ടൻ ക്ഷമിച്ചെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ പൊയ്ക്കോളാം. വണ്ടി എടുത്ത് മാറ്റുവണ്ണേ. മേലെന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. രാമേട്ടനെ കൊണ്ട് ക്ഷമിച്ചെന്ന് ഞാൻ പറയിപ്പിക്കും. മായയാണ് ഈ പറയുന്നത്. ഓടി വണ്ണേ, വണ്ടി കയറാ. ഈ കാറ്റഗറി പെട്ടതിനൊന്നും വീട്ടിൽ അന്വേഷിക്കാറില്ലേ മുതലാളി? വണ്ടി എന്തായി? ജോസഫ് സാർ എത്തിയിട്ടില്ല. അയാൾ വരാതെ ചെക്ക് തരാൻ ഒക്കില്ലെന്നാ പറയുന്നത്. നമുക്ക് സൈറ്റിൽ പൊക്കെ ഞാനില്ല. അടുത്താഴ്ച തരാന്ന് പറഞ്ഞ് 50,000 രൂപ വാങ്ങിച്ച ദേവസിക്കുട്ടി. മാലിപ്പുറത്ത് ഫ്ലാറ്റ് പണിയാൻ സിമന്റ് വാങ്ങിച്ച വകയിൽ 75,000 കൊടുക്കാനുള്ള സിമന്റ് ഹംസ. കഴിഞ്ഞ ഓണത്തിന് തൊഴിലാളിക്ക് ബാത്തകി അലവൻസ് ബോണസ് അടക്കം കൊടുക്കാൻ വേണ്ടി 25,000 രൂപ വാങ്ങിച്ച ബാലേട്ടൻ. പിന്നെ ചിട്ടിക്കായും അല്ലറയില്ലറ കടങ്ങൾക്കായും കാശ് വാങ്ങിച്ച 10-15 പേര് വേറെ. ഇവരെല്ലാവരും അടക്കം 10-20 പേര് ക്യാഷും കൊണ്ട് മുതലാളി ചെല്ലുമെന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സൈറ്റിൽ. അതുകൊണ്ട് ഇപ്പൊ പോകുന്നത് ഉചിതമല്ല. ഇതവനല്ലേ? അതെ, അവൻ തന്നെ. മറ്റവൻ. എന്താ എന്താണ്? ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. എന്താടാ? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ല, പോടാ. പറഞ്ഞില്ലെന്ന് കാലെ പിടിച്ച് വലിക്കും. എന്താ? രാമകുട്ടിച്ചേട്ടനെ രക്ഷിക്കണം. മുതലാളി എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാതെ നടക്കുമ്പോഴാണ് അവന്. കരയാതെ കാര്യം പറയടാ. എന്നെ രക്ഷിക്കാവും ചേട്ടൻ ആദ്യം വാക്കുതാ. കാര്യം പറയാതെ എങ്ങനെയാണ് വാക്ക് തരുന്നത്? ആദ്യം വാക്കുതാ. നീ മോന്താന്റെ കാര്യം പറയടാ. പരസ്പരം സ്നേഹിക്കുന്ന പുരുഷനെയും സ്ത്രീയെയും ഒന്നിപ്പിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് രാമൻകുട്ടി ചേട്ടൻ എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. സ്ത്രീയെ പുരുഷനെ ഒന്നിപ്പിക്കാൻ മുതലാളി എന്താണ് മാമേ? വാച്ച് കേട്ടാതെ കാര്യം പറയടാ. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അത്രേ ഉള്ളോ? അത് അവക്ക് എങ്ങനെയാ? അവക്കും ഇഷ്ട. പിന്നെന്താ പ്രശ്നം? പോയി കെട്ടിത്തൂങ്ങി ചാവട. കെട്ടി സുഖിക്ക്. അവിടെ ചെറിയൊരു പ്രശ്നം. എവിടെ? അവക്കൊരു ചേട്ടനുണ്ട്, അയാളാ പ്രശ്നം. അവനത് തെണ്ടിയാടാ. ഇതെന്താ ഇവൻ ഇത്ര പെട്ടെന്ന് ഊമയായ? ഒന്നിന് വേണ പിന്നെ മുതലാളിയാ? തെണ്ടി നിന്നെ ഞാൻ. നീ എന്നാ പറഞ്ഞേ? മാണിക്യമംഗലത്ത് രാമൻകുട്ടിയുടെ പെങ്ങൾക്ക് നിന്നോട് പ്രേമമാണെന്നോ? എടാ, അവൾ എന്റെ പെങ്ങളാ. എനിക്ക് അവൻ നന്നായിട്ട് അറിയാം. അവളെ വിളിച്ച് ഞാൻ ചോദിക്കാൻ പോവാ, നിന്നോട് ഇഷ്ടമാണോന്ന്. ഇഷ്ടമല്ലെന്നാറ്റ അവളൊരു വാക്ക് പറഞ്ഞ കള്ളപ്പന്നി. ജീവനോടെ നിന്നെ കുളിച്ചു പോടാ ഇവിടെ. ഗായത്രി, ഗായത്രി മോളെ, ഈ തെണ്ടി പറയാ മോക്ക് ഇവനോട് ഇഷ്ടമാണെന്ന്. മോള് ധൈര്യമായിട്ട് എന്റെ മുഖത്തോക്കി പറ. ബാക്കി കാര്യം ഞങ്ങളേറ്റ്. പറ മോളെ. പറ മോളെ. ഉണ്ണിയേട്ടൻ പറഞ്ഞത് നേരാ. എനിക്ക് ഉണ്ണിയേട്ടനെ ഇഷ്ടാ. എന്താടി പറഞ്ഞേ? ഓരുമ്പോട്ടോളെ കാണിക്കുന്നത് സ്നേഹിക്കുന്നവരെല്ലാം ഒന്നിപ്പിക്കാൻ നടക്കുന്ന രാമൻകുട്ടിക്ക് സ്വന്തം പെങ്ങളുടെ കാര്യം വന്നപ്പോ എന്ത് പറ്റി? സ്വാർത്ഥന. ചേട്ടാ സ്വാർത്ഥനാണ്. അതെടി, ഞാൻ സ്വാർത്ഥന. നിന്റെ കാര്യത്തില്, ഈ തറവാടിന്റെ കാര്യത്തില് നീ ആരെ വിവാഹം കഴിക്കണം, എപ്പോ വിവാഹം കഴിക്കണം എന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അല്ലാതെ തോന്നിയ ദിവസം കാണിക്കാനോ പുറപ്പാടെങ്കിൽ കൊന്നു കുഴിച്ചുകൂടി ഞാൻ. കള്ള കഴിവാണ് മോനെ. മാനവും മര്യാദ നടക്കുന്ന പെമ്പിളെ പഴപ്പിക്കാതെ വേണ്ട വേണ്ട. ഓ ഓ ഓ